ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേ. ആ മൂലയിൽ നിൽക്കുന്ന ബെൽ ഐക്കൺ ഒന്ന് ഞെക്കി പൊട്ടിക്കണേ. ഔഷധ കഞ്ഞി എങ്ങനെയുണ്ട്? കഞ്ഞി അവറുകൾ കഞ്ഞി അതൊരു അരിഷ്ടാണ്, കഞ്ഞിയല്ല. അപ്പൊ മരുന്നാണ് ശരിക്കും, അരിഷ്ടാണ് അല്ലേ? ആ, ഈ അരിഷ്ടം കൊണ്ട് എന്തെല്ലാം ഗുണങ്ങളുണ്ട്? ശരി, അത് വയറ്റിനെ അറിയുള്ളൂ, നിങ്ങൾക്ക് അറിയില്ല. എത്ര വർഷമായി നിങ്ങൾ കുടിക്കുന്നേ? 10-40 കൊല്ലായി കുടിക്കുന്നേ. മാഷാ അല്ലാഹ്. ഇതിന്റെ ശരിക്കും എന്ത് ഗുണമുള്ളത്? മരുന്ന് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? അഭിപ്രായം കോഴിക്കോട് നിന്ന് വന്നേ ആദ്യമായിട്ട് പാത്രമായിട്ട് വരാണ്. നല്ല അഭിപ്രായം. കഞ്ഞിനെ പറ്റിയിട്ട് നല്ല അഭിപ്രായം. മുമ്പ് കുടിച്ചിട്ടുണ്ട് അല്ലേ? റെഗുലർ ആയിട്ട് വാങ്ങുന്നത്. എത്ര കൊല്ലായി വാങ്ങണേ? 2 വർഷം. ഞാനൊരു യാത്രയിലാണ്. കോഴിക്കോട് ബീച്ച് വഴിയാണ് പോകുന്നത്. കേരളത്തിലെ തന്നെ അതിമനോഹരമായ ബീച്ച്. വൈകുന്നേരം ആയാൽ ഇവിടെ ധാരാളം ആളുകൾ കിസ്സവർത്തമാനം പറയാനും കാറ്റുകൊള്ളാനും എത്താറുണ്ട്. എന്നാൽ എന്റെ ഈ യാത്ര ബീച്ചിലെ കഥകൾ പറയാനല്ല. ഞാനിപ്പോൾ പോകുന്നത് കോഴിക്കോടിന്റെ തൊട്ടടുത്ത സ്ഥലമായ എലത്തൂരിലേക്കാണ്. ഇവിടെ ഔഷധക്കഞ്ഞി, ബർമ്മക്കഞ്ഞി, കോഴിക്കഞ്ഞി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഔഷധക്കഞ്ഞി തേടിയുള്ള യാത്രയിലാണ്. 58 വർഷത്തിൽ പരമായി ഇത് വിതരണം ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇത് അനുകരിച്ച് പാചകം ചെയ്യാൻ ശ്രമിച്ച് പലരും പരാജയപ്പെട്ടതാണ്. റമദാൻ 2-ന് തുടങ്ങി നോമ്പ് അവസാനിക്കുന്നതുവരെ എലത്തൂരിലെ 6 പള്ളികൾക്ക് കീഴിലെ മിക്ക കുടുംബങ്ങളിലും ജാതി മത ഭേദമന്യേ ബർമ്മക്കഞ്ഞി എന്ന കോഴിക്കഞ്ഞി എത്തും എന്നാണ് അറിയുന്നത്. രാവിലെ 9ഓടെ വീട്ടുവളപ്പിലെ പാചകപ്പുരയിൽ നിന്നും കഞ്ഞി ഉണ്ടാക്കാൻ തുടങ്ങും. വൈകിട്ട് 4ഓടെ വിവിധ ആവശ്യക്കാർക്കെല്ലാം വിതരണം ചെയ്യും. കോഴിയും പച്ചരിയും സുഗന്ധ വ്യഞ്ജനങ്ങളും ചേർത്താണ് ഉണ്ടാക്കുന്നത്. രുചി മഹാത്മ്യം മൂലം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും റമദാൻ കാലത്ത് കഞ്ഞിക്ക് ആളുകൾ എത്താറുണ്ടെന്ന് കഞ്ഞി നൽകുന്ന എലത്തൂരിലെ AP കുടുംബത്തിലെ മുതിർന്ന അംഗമായ AP അബ്ദുറഹിമാൻ ആജി പറയുന്നു. നമുക്കൊന്ന് ആ കഞ്ഞിയുടെ വിശേഷങ്ങൾ അറിഞ്ഞാലോ? ഞാൻ ഇന്നിപ്പോ വന്നത് എലത്തൂരാണ്. കോഴിക്കോട് എലത്തൂർ എന്ന് പറഞ്ഞാൽ മൊയ്തീൻ പള്ളി അല്ലത്? ജുമാത്ത് പള്ളിയാ? ജുമാത്ത് പള്ളി അതാണ് ഇല്ലേ? അത് ജുമാത്ത് പള്ളിന്റെ മുന്നിലുള്ളത്. ഞാൻ ഇവിടെ ഒരു പ്രത്യേക ഒരു കഞ്ഞി കൊടുക്കുന്നുണ്ട് കേട്ടപ്പോ വന്നതാണ്. 50 വർഷം പോലായി ഔഷധ കഞ്ഞി അല്ലേ? ഔഷധ കഞ്ഞില്ലേ? ഔഷധ കോഴിക്കഞ്ഞി എന്ന് പറയുക. ബർമ്മക്കഞ്ഞി അല്ലേ? ബർമ്മയിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന ഒരു കഞ്ഞിയാണ്. നമുക്ക് ഈ കഞ്ഞി കൊടുക്കുന്ന ലൈന് ഭയങ്കര ലൈനുണ്ട്. എന്താണ് ഔഷധ കഞ്ഞിനെ പറ്റി എന്താ പറയാനുള്ളത്? ചെറുപ്പം മുതൽ കുടിക്കുന്ന സാധനമാണ്. അടിപൊളി സാധനം. ഇത് വാങ്ങിയതാ? പാത്രത്തിലാ കൊടുക്കുന്നത്? ഓ, അപ്പൊ ഇവിടെ ഒന്നും കുടിക്കാനില്ല. അപ്പം ഇതാണ് പള്ളി. ഇവിടെ ആണ് കഞ്ഞി കൊടുക്കുന്നത്. അപ്പൊ ഇതൊക്കെ കഞ്ഞിക്കുള്ള ലൈനാട്ടോ. ഈ ഔഷധ കഞ്ഞി ഇതാണ് സാധനം. എല്ലാം നമുക്ക് കുടിക്കാനും കിട്ടൂലേ? നോമ്പറക്കുമ്പോ കിട്ടൂലേ? ആ, അപ്പോ അവിടെ ഉണ്ടാവൂലേ? നിങ്ങള് കഞ്ഞിന്റെ ആൾക്കാരാ? അസ്സലാമു അലൈക്കും. എന്താ പേര് നിങ്ങളെ? 50 കൊല്ലായി ഇതിങ്ങനെ കൊടുക്കാൻ തുടങ്ങിയിട്ട്? എത്ര വർഷമായി ഇത് കൊടുക്കാൻ തുടങ്ങിയിട്ട്? 58 വർഷം. ഞാൻ നാളെ നിങ്ങളെ വീട്ടിലേക്ക് വരാം കേട്ടോ. ഈ കഞ്ഞി ഉണ്ടാക്കുന്ന കാണാൻ. അവിടെ നിന്ന് കുടിക്കുക. അപ്പൊ ഇതാണ് മൂപ്പരാണ്. നിങ്ങളെ പേരെന്തായിരുന്നു? അബ്ദുൽ ഖാദർ. 58 വർഷം പോലായി മൂപ്പര് ഈ കഞ്ഞി കൊടുത്തുകൊണ്ടിരിക്കണേ. ഈ പള്ളി 4 പള്ളിയിലായിട്ട് കൊടുക്കുന്നുണ്ട് അല്ലേ? 6 പള്ളിയിലേക്ക്. ഓ, 6 പള്ളിയിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ലൈനൊക്കെ നോക്കാം. എന്താണ് ഇതാ മുഖം പൊട്ടണ്ട, അതൊക്കെ നല്ല തന്നെയല്ലേ? എടാ, ഇനി കുടിക്കലുണ്ടോ? ഔഷധ കുഞ്ഞ് കുടിക്കലില്ല? അപ്പൊ ഇനി എന്തിനാ ലൈനിക്കണേ? നീ വെറുതെ ലൈനിക്ക? എങ്ങനെയുണ്ട് ഔഷധ കഞ്ഞി? എങ്ങനെയുണ്ട്? കഞ്ഞി അവറുകൾ കഞ്ഞി അതൊരു അരിഷ്ടാണ്, കഞ്ഞിയല്ല. അപ്പൊ മരുന്നാണ് ശരിക്കും, അരിഷ്ടാണ് അല്ലേ? ആ, ഈ അരിഷ്ടം കൊണ്ട് എന്തെല്ലാം ഗുണങ്ങളുണ്ട്? ശരി, അത് വയറ്റിനെ അറിയുള്ളൂ, നിങ്ങൾക്ക് അറിയില്ല. വയറ്റിന് ഒരു നല്ല സുഖം ഉണ്ടാവും അല്ലേ? അപ്പൊ നിങ്ങളിങ്ങനെ സ്ഥിരമായിട്ട് കുടിക്കലുണ്ടോ അത്? എത്ര വർഷമായി? ഓ, ഇന്ത്യ വാല. ഓൾ ഇന്ത്യ വാലായേ. ആ, അപ്പോ ഉന്മേഷം വരും എന്നാ പറയുന്നത് ഈ കഞ്ഞി കുടിച്ചാല്. എത്ര വർഷമായി നിങ്ങൾ കുടിക്കുന്നേ? 10-40 കൊല്ലായി കുടിക്കുന്നേ. മാഷാ അല്ലാഹ്. ഓ, അപ്പൊ ഞങ്ങളൊക്കെ കോഴിക്കോട് ഉണ്ടായിട്ട് ഇതിപ്പോഴാ അറിയില്ലേ? നീ കുടിക്കലുണ്ടടാ? കുടിക്കലില്ല? അപ്പൊ ഇത് എന്തിനാ ലൈനിക്കണ? ഉമ്മക്ക് വേണ്ടിട്ടാ? ആപ്പക്ക്
അപ്പൊ പ്രായമുള്ള ആൾക്കാരെ കുടിക്കുന്നത് രവി നീ ഒന്ന് കുടിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടോ പറയട്ടോ നാളെ ഞാൻ വരാം. എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായം. അടിപൊളിയാ. ഓർമ്മ വെച്ച നാള് മുതലേ ചെറുപ്പത്തിൽ നിങ്ങൾ കുടിക്കുന്നുണ്ട്. ഇതിന്റെ ശരിക്കും എന്ത് ഗുണമുള്ളത്? 23 വീതം ഔഷധം മരുന്നും തന്നെ വേണം പറയും. മരുന്ന് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? ഇതാ മൂപ്പര് ഒന്ന് ചെറുക്കുന്നുണ്ട്. എന്താ മോനെ ഞാൻ പറഞ്ഞ എന്താ അഭിപ്രായം? എന്താ കുടിക്കണ്ടോ? ക്ഷീണം മാറും. മാഷാ അല്ലാ, ക്ഷീണം മാറും. എന്താണ് അഭിപ്രായം? കോഴിക്കോട് നിന്ന് വന്നേരാ ആദ്യമായിട്ട് പാത്രമായിട്ട് വരാണ്. എവിടെന്നത് എങ്ങനെ അറിഞ്ഞിട്ട് വന്നാ? ഞാൻ അറിഞ്ഞിട്ട് വന്നേരേ. ഓക്കെ ഓക്കെ. എന്താണ് അഭിപ്രായം? അടിപൊളി കഞ്ഞേരാ. എന്തെങ്കിലും വല്ല അഭിപ്രായങ്ങളുണ്ടോ? നല്ല അഭിപ്രായം. കഞ്ഞിനെ പറ്റിയിട്ട് നല്ല അഭിപ്രായം. മുമ്പ് കുടിച്ചിട്ടുണ്ട് അല്ലേ? റെഗുലർ ആയിട്ട് വാങ്ങുന്നത്. എത്ര കൊല്ലായി വാങ്ങണത്? 2 വർഷം ഇത് വാങ്ങുന്നത്. മാഷാ അല്ലാ. അപ്പം ഇത് ലൈന് കുറവാണെന്ന് കേട്ട് അല്ലേ? ഇത്ര ആള് പോയി കഴിഞ്ഞതാ. അപ്പൊ എത്ര എനിക്ക് ഇത് തുടങ്ങുന്നത്? അസംസ്കാരം കഴിഞ്ഞ ഉടനെ തുടങ്ങും. അപ്പൊ ഇത് കോഴിക്കോട് എലത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പള്ളി ജുമാത്ത് പള്ളി ജുമാ പള്ളി അല്ലേ? ജുമാത്ത് പള്ളി എലത്തൂർ ജുമാത്ത് പള്ളി പോലീസ് സ്റ്റേഷന്റെ നേരെ മുന്നിലാണ് കാണുന്നത്. ഈ കൊടുക്കുന്ന ആൾക്ക് ഈ വീഡിയോ വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ. മൂപ്പര് നിങ്ങള് അറിയപ്പെടണമെന്ന് ആഗ്രഹമുള്ള ആളൊന്നല്ല. അറിയപ്പെടണമെന്ന് ആഗ്രഹമുള്ള ആളല്ല. അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങോട്ട് ഓടി ഒന്നുണ്ടാവും. ഈ വണ്ടിയിലാണ് കഞ്ഞി കൊണ്ടിരുന്നത്. മുസ്തഫ, എന്താ മുസ്തഫ? പള്ളിയിൽ എത്തിക്കുന്ന ആളാണ് മുസ്തഫ. എത്ര പള്ളിയിൽ എത്തിക്കുന്നു മുസ്തഫ? 6 പള്ളിയിൽ എത്തിക്കുന്നുണ്ട്. നിങ്ങളുടെ പേരെന്താ? പവിത്ര. അതൊരു സംഭവം തന്നെ. പവിത്രേട്ടനാണ്. 45 കൊല്ലായി. ഞാൻ നിൽക്കുന്ന എലത്തൂര് ജുമാത്ത് പള്ളിന്റെ മുന്നിലാണ്. ഈ എലത്തൂര് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. എങ്ങനെ പ്രത്യേകത അറിയാം? മതസൗഹാർദ്ദത്തിന്റെ നമ്പർ 1 സ്ഥലമാണ് എലത്തൂര്. എന്താണ് ഔഷധ കഞ്ഞി വാങ്ങാൻ ഇത്ര പേർക്ക്? ഔഷധ കഞ്ഞിന്റെ ഒരു പ്രത്യേകത എന്ത് കഴിച്ചു കഴിഞ്ഞാൽ എല്ലാ ക്ഷീണവും വിടും. എങ്ങനെ? നമ്മുടെ ക്ഷീണം പോകും. പിന്നെ നമ്മൾ നല്ല ഉറക്കം കിട്ടും. പിന്നെ ഒരു എനർജിയാണ് ശരീരത്തിന്. പ്രത്യേക ഒരു എനർജിയും വരും. ഞാൻ ഈ കഞ്ഞി വീട്ടിൽ ഉണ്ടാക്കാൻ നോക്കിയിട്ട് കഴിയുന്നില്ല. ഇതിനൊരു ബർമ്മക്കഞ്ഞി എന്നുള്ള പേരുണ്ടല്ലോ. ഇതിനൊരു മരുന്നുണ്ട് ചേർക്കുന്നത്. മരുന്നുണ്ട്. ആയുർവേദ മരുന്ന്. ഈ മരുന്ന് എന്താണെന്ന് നമുക്ക് ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല. ആദ്യം ആ മരുന്നിന്റെ പേരൊന്നും പറയോ? മരുന്ന് എന്താന്നുള്ള അവരെ നമുക്ക് പറഞ്ഞു തന്നില്ല. ഉണ്ടാക്കാൻ നോക്കിയിട്ട് സാധിക്കുന്നില്ല. ഉണ്ടാക്കാനേ കഴിയുന്നില്ല. എല്ലാ ദിവസവും കിട്ടിയാലും ഉപകാരമായിരുന്നു. എല്ലാ ദിവസവും ഇതിപ്പോ നോമ്പിന് മാത്രമേ ഉള്ളൂ. എല്ലാ ദിവസവും കിട്ടിയാലും എല്ലാ ദിവസവും വരും. ഞാൻ കോഴിക്കോട് പുതിയങ്ങാടിൽ നിന്നാണ് വരുന്നത്. എല്ലാ ദിവസവും വർഷങ്ങളോളായി ഇവിടെ വരുന്നത്. നിങ്ങൾ എവിടെ നിന്നാ വരുന്നത്? പുതിയങ്ങാടിയിൽ നിന്ന് വരാം. ഒരു 5-8 കിലോമീറ്റർ ഓടിയിട്ടാ. മൂപ്പര് മലയാളം കണ്ണൂർ തലശ്ശേരി മായിലും പറ്റും. ഒരു മിനിറ്റ് ഒന്നുകൂടെ സ്ഥിരമായിട്ട് വന്ന് വാങ്ങലുണ്ട്. നേരത്തെ വരണം. അല്ലെങ്കിൽ നേരത്തെ വരണം. ഏകദേശം ഒരു 6 മണിന്റെ മുമ്പേ വരണം. 5 മണിക്ക് തന്നെ 5 മണിയാകുമ്പോൾ കൊടുക്കാൻ തുടങ്ങും. 5 മണിന്റെ ഉള്ളിൽ സാധനം തീരും. 10 ചെമ്പോളം കൊണ്ടുവരും. 10 ചെമ്പ് തികയില്ല. കൂടിക്കൂടി വരാണ്. 2 നോമ്പ് 6 കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ആള് കൂടിക്കൂടി വരും. ഇതിങ്ങനെ അറിഞ്ഞുകൊണ്ട് പുള്ളി മുമ്പ് എന്ത് ഗൾഫ് അവിടെ നിന്ന് ഇവിടെ കണ്ടാന്ന് കേട്ട് അല്ലേ? ബർമീന്നാണ് ഇത് കണ്ട. അവിടെ ഉണ്ടാക്കിയ സാധനമാണ്. ഇതിന്റെ യഥാർത്ഥ ആളുകൾ ഇവിടെ ഉണ്ട്. അവരതിന്റെ മരുന്നും കാര്യമൊന്നും ചോദിച്ചാൽ പറഞ്ഞു തരുന്നില്ല.